ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് മെജസ്റ്റിക്കിലാണ്. മെജസ്റ്റിക്കിൽ രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ലക്കി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നാൽ പോയാലോ. ഇവിടെ പ്ലാറ്റ്ഫോമും അതേപോലെ ബസ്സിൻ്റെ നമ്പറും ബസ്സിൻ്റെ പേരും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മനസ്സിലാവുണ്ടാവും. പക്ഷേ ചില ബസ്സുകൾ ഈ നമ്പറില്ലാത്തതുണ്ടാവും. നമ്പറില്ലാത്ത ബസ്സിൻ്റെ ആകുമ്പോൾ നമ്പറില്ലാത്ത ബസ്സല്ല, ഈ ഇതിൽ കാണിക്കാത്ത ഉണ്ടാവും, വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ അട്ടിബൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിൽ ബസ് നമ്പർ വരുന്നത് 360 360 ഹുസൂർ ഭാഗത്തേക്കാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, തപ്പി പിടിക്കുക. MTCൻ്റെ തന്നെ പുതിയ മോഡൽ ബസ്സാണ്. ഇത് അത്യാവശ്യം ക്യാഷ് ആവുന്നതാണ്. ലോ ഫ്ലോറാണ്, അതേപോലെ തന്നെ AC ഉള്ള. ഇത് പഴയതാണ് ഈ ബസ്സുകളൊക്കെ. 360 365 നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. മാസ്ക് ഒന്നും ഇല്ലാത്തത്. ബസ് സീറ്റ് കിട്ടാൻ കുറച്ച് റണ്ണിങ് ഉണ്ട്. ഇവിടുന്ന് ഒരു 25 രൂപേൻ്റെ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. Yes, my friend Raju from Assam. രാജുവിനെ ഞാൻ FB കൂടി പരിചയപ്പെട്ടാണ്. രാജു ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ രാജുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. രാജു ഭയങ്കര എക്സൈറ്റഡാണ്. രാജു ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരോടും പറഞ്ഞ പോലെ രാജു പറഞ്ഞാന്ന് തോന്നുന്നു. രാജുവിനെ നാണുണ്ട്. പക്ഷേ ആൾ ഭയങ്കര എക്സൈറ്റഡാണെന്നാണ് പറയുന്നത്. സോ ഐ ആം വെരി ഹാപ്പി. രാജു ഇവിടെ കുക്കൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഫുഡ് എന്നുള്ളത് കുക്ക് എഴുതി കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ എന്താ പറയുക, അവരെ നാട്ടിലത്തെ കുക്കിങ്ങാണെന്ന് പറഞ്ഞു. എന്താണെന്നുള്ളത് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയാണ് കഴിക്കാൻ പറ്റുന്നത്. സ്നേഹത്തോടെ തന്നെയല്ല, അപ്പോൾ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബ്. ഇവിടെ പുള്ളി ഇന്ന് ലീവാണ്. ഷിഫ്റ്റ് കട്ട് ചെയ്തതാണ്. നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ലീവാക്കിയതാണ്. ഈ ഏരിയയിൽ കുറേ എന്താ പറയുക ഹിന്ദിക്കാരനെയാണ് കേട്ടോ. ഇവിടെ അധികം കമ്പനികളൊക്കെയാണ്. ഇത് ബാംഗ്ലൂർ, ഹൊസൂർ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹൊസൂർ സൈഡിലായിട്ടാണ് വരുന്നത്. നല്ലൊരു വ്യൂ അല്ലേ. രാജുവിന് ഫോട്ടോയിൽ വരാനൊരു ചമ്മലൊക്കെ ഉള്ള പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഭാഷ ഒന്നും അവനക്ക് അവനക്ക് ഞാൻ പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ട്. പിന്നെ എല്ലാത്തിനാണ് ചിരിക്കുന്നുണ്ട്. എന്തോ പോലെ ഉണ്ട്. എന്തോ മനസ്സിലാവുന്ന പോലെ ഉണ്ട്. ചിരിയാണ്ടപ്പോൾ ഞാൻ വിചാരിച്ച്. യു അണ്ടർസ്റ്റാൻഡ്? യു നോ മൈ ലാംഗ്വേജ്? നോ? യു ട്രൈ? Why? You like difficult? No difficult. Very simple and Malayalam. मैले आज साथी भेटेँ धेरै दिन बादमा. मिल्नलाई धेरै इच्छा थियो र म आज धेरै खुसी छु यसलाई भेटेँ. ഇത് വേണ്ടില്ലായിരുന്നത്. My mother tongue. വെരി ഗുഡ്, വെരി സിമ്പിൾ. അവൻ്റെ ലാംഗ്വേജ് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകളൊക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ. പച്ചക്കറി ഉണ്ട്. ആ പുള്ളിക്കാരന് അരി എന്തോ എടുത്തിട്ടുണ്ട്. അരി എടുത്തിട്ടുണ്ട്. റൈസ്, ഐ തിങ്ക് യുവർ പ്ലേസ് ബിരിയാണി. ദിസ് വൺ ബിരിയാണി. ബിരിയാണി. രാജു ഇവിടെ ഫുഡ് ഉണ്ടാക്കും. ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തൊക്കെ പോയാൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇനി ആൾക്കാർ വരാണ്ടിട്ട് ഇവിടെ. ഇവരെ ഷിഫ്റ്റ് മാറി കഴിഞ്ഞാൽ എല്ലാവരും കൂടി വരും. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പൊട്ടറ്റോ ഇടും. പൊട്ടറ്റോ യുവർ ഫേവറേറ്റ്? നോർത്ത് ഇന്ത്യൻസ് അധികം ഈ പൊട്ടറ്റോ യൂസ് ചെയ്യും. അത് കളിക്കും. ഇസ്കുസ്. അത് ഇസ്കുസ് എന്നാ പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് ചവച്ചോ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ എന്താ പറയുക, നമ്മൾ ഓർക്കാപ്പൊടി മുക്കായൊക്കെ ഉപ്പേരി വെക്കില്ല, അതേപോലെ ഉപ്പേരി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് കാണുമ്പോൾ ഓർക്കാപ്പൊടി നല്ല പുളി എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുക.
my friend coming the room, then again he helped the my cooking. This big size is lightly small, you know. My friend today come to the my room, but he's not cutting the vegetarians, you know. Just he interesting the. No, I'm cutting the, you know. Okay. No, not at this side. I'm cutting. Okay. Yes, you sitting here. I'm cutting. Okay. ഞാൻ കട്ട് ചെയ്തിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറയാ, तैँले काटेको हुँदै भएन कि मैले जस्तो काट्न खोजेको तैँले काट्न ഞാൻ വിചാരിച്ചത് ഇങ്ങനല്ല സംഭവം. നമ്മളെ പച്ചക്കറി ഇല്ലേ, നമ്മളെ ഇതിലേക്ക് അരിയുന്ന പോലെയാണ് അരിഞ്ഞത്, സാമ്പാറിലേക്കൊക്കെ അരിയുന്ന പോലെ. ഉള്ളി ഇട്ടുണ്ട്. ഉള്ളിയോ സാൾട്ട്. What this? This masala. Special Chili powder. Chili powder. Tell me. Then this, don't know what in your language. But my language called to jeera powder. 1 minute. ഇത് നമ്മളെ ഇതാന്ന് തോന്നുന്നു, ചിക്കൻ മസാല ഒക്കെ പോലത്തെ സാധനം, സ്പെഷ്യൽ മസാല. ദിസ് മഞ്ഞൾപ്പൊടി. Don't know what could it. മഞ്ഞൾപ്പൊടീൻ്റെ ഇംഗ്ലീഷ് എനിക്ക് ഞാൻ മറന്നടാ. പെരുംജീരകം, കരിഞ്ജീരകം, പിന്നെന്താണ് ഉലുവ, പിന്നെ അങ്ങനെ ഗരം മസാല വേറെ സ്പെഷ്യൽ. ഇനി ഇത് ഇളക്കേണ്ടി വരുന്ന തോന്നുന്നത്. നല്ല കളറായി വന്നിട്ട്, ഒരു സ്മെല്ല് വന്നിട്ട്. അതൊക്കെ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ തോന്നുന്നു. എന്നിട്ട് അതിലിട്ട് നല്ലതായിട്ടുണ്ട്, നല്ല വന്നിട്ടുണ്ട്. എളുപ്പമൊന്നുമില്ല കേട്ടോ, സാധാ ഇതാണ്. അതിലേക്ക് ഒരു 2 ചില്ലി എടുത്തിട്ടുണ്ട്. ആലുമുല ചന ബജിയാണ് അവന് എനിക്ക് ഉണ്ടാക്കി തരുന്നതെന്നാണ്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അവർ ഓംപ്ലേറ്റും കൂടി അടിക്കണ്ട ഇതിൻ്റെ കൂടെ. ഇവർ ഓംപ്ലേറ്റിലും ഈ സംഗതികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് സാധാരണ ഇവർ എല്ലാത്തിലും ഉപ്പും പിന്നെ ഈ ഗരം മസാല എല്ലാ മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടോ. മഞ്ഞൾ പോരാന്നാണ് ഇങ്ങനെ, മഞ്ഞളും എല്ലാം മുളകൊക്കെ ഇടുന്നത്. Like a pizza, you know? ഡേഞ്ചർ. No, I'm having. നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ആയപ്പോൾ തന്നെ അങ്ങനെ ഒക്കെ ആയിട്ടുണ്ട്. ആട്ട, ഷുഗർ, സോൾട്ട്, ഈ സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുഴച്ചുണ്ടാക്കുന്നുണ്ട്. നമ്മളെന്തോ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഏതൊരു ചട്ടി ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. കയ്യേറ്റ് റൗണ്ട് ചെയ്യുന്നുണ്ട്. നല്ല തിളച്ച സംഭവമാണ്. അതിൽ Full experience, no? You know? എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് പറയുന്നത്. കയ്യൊന്നും കുഴപ്പമില്ല. സ്പെഷ്യൽ. Our breakfast morning time here. But you taste. അത് ശരി, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എന്താ പറയുക, രാവിലത്തെ ഫുഡാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി തരുന്നതാണ്. രാജു ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. ഭയങ്കര ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീൻ പോയി. അച്ഛാ ആത്മി വെരി ഗുഡ്. നല്ല നീറ്റാക്കിയിട്ടുണ്ട് എപ്പോഴും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ നമ്മൾ സമാധാനത്തിൽ ഇവിടെ ഇരിക്കാം. കേട്ടോ എന്ത് വൃത്തിയാണ് ഇവിടെ. നമ്മൾ പൊതുവേ പറയും, എന്താ പറയുക, ഈ പഞ്ചാബ്, ആസാം, പിന്നെ ഹിന്ദിക്കാർ ഫുള്ള് വൃത്തിയില്ല. പക്ഷെ ഇവർ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും കഴുകി നടക്കും. അങ്ങനെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് കുറച്ച് ഓവറായിട്ട് എടുത്തിട്ടുണ്ട് ആള്. ചേന, ആലു, റൈസ്, ഓംപ്ലേറ്റ്, ഗിലോ റൊട്ടി. ഇതാണ് ഇന്നത്തെ ഫുഡ്. പുള്ളിക്കാരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയാണ് കേട്ടോ. രസമുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയാം. ഓൾ ഐറ്റം വെരി ഗുഡ് ടേസ്റ്റ്. ഓംപ്ലേറ്റ് ഞാൻ വിചാരിച്ചത് തിന്നാൻ പറ്റില്ലാന്ന്, പക്ഷെ അടിപൊളിയും സൂപ്പർ. വേറെ ടേസ്റ്റ് ഇട്ടാ. നമ്മളാകെ ഉപ്പും പിന്നെ മുളകും പിന്നെ ഉള്ളിയാണല്ലോ ഇടുന്നത്. ഇവർ ഈ സംഭവങ്ങളൊക്കെ ഇടുന്നത്. ഇവർ എല്ലാത്തിലും കടല യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കടല, ചന, എവറി ടൈം യൂസിങ് ചന. ഈ ചന നല്ല
തിന്നുന്നതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ആരോഗ്യം. 1 മണിക്കൂർ എന്തായാലും ഉണ്ട് അവിടെ നിന്ന് വരാൻ. അതാണ് ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയത്. ഞാൻ വന്നതും പിന്നെ ഞാൻ വരുന്നു വിചാരിച്ചിട്ടില്ല. അവന് ജസ്റ്റ് പറഞ്ഞ പോലെയാണ്, നിങ്ങൾ എന്തായാലും വരണം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കില്ല. ഞാൻ പറഞ്ഞ ഇൻഷാ അല്ലാഹ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു രാവിലെ. ഞാൻ പിന്നെ എനിക്ക് രാവിലെ എനിക്ക് പിന്നെ വിളിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കവിടെ നെറ്റ്വർക്കിൻ്റെ കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് വിളിച്ചില്ല. അപ്പോൾ ഇവന് നേരെ ഓഫീസിലേക്ക് പോയപ്പം പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴൊക്കെ നെറ്റ്വർക്ക് ശരിയായത്. അപ്പോൾ ഞാൻ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ അവിടെ ഓഫീസിൽ നിന്ന് ലീവ് പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന സംസാരം കൂടി ആയിട്ടിൻ്റെ ഇത് സ്ലോ ആയിട്ട് പിന്നെ മുപ്പരാൾ ഫിനിഷായി. അവന് ഭക്ഷണം കഴിക്കുന്നത് ഈ മധുരമുള്ളതും അതേപോലെ തന്നെ ഈ ചോറും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കും. നമ്മൾ മധുരമുള്ളത് അങ്ങനെ കൂടെ കഴിക്കൂലല്ലോ, അവർക്ക് അങ്ങനെ ഒരു വിഷയമില്ലാന്ന് തോന്നുന്നത്. അവൻ്റെ നാട്ടിൽ മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് ചെല്ലാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല. നോട്ട് യു മാരേജ്, യുവർ ബ്രദർ കസിൻ മാരേജ്, യു ഇൻവൈറ്റിംഗ് മീ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ അവിടുത്തെ മാരേജിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അവിടുത്തെ മാരേജിൻ്റെ ഓരോരോ ആചാരങ്ങളും ഡിഫറെൻ്റാണ്, നല്ല ഡിഫറെൻ്റാണ്. അപ്പോൾ പോകണമെന്ന് എന്തായാലും ഉണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഈ സ്നേഹമാണ്, ഭയങ്കര ലവിങ് കെയറിങ്. നമ്മൾ വിചാരിക്കും ഇവന്മാർക്ക് ബുദ്ധിയില്ല, എന്താ പറയുക, ഇവർക്ക് സ്നേഹമില്ല, ഇവർക്ക് ആൾക്കാരായിട്ട് പെരുമാറാൻ. അവൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ സിസ്റ്റർ ഹോമിലും അവരുടെ കുടുംബത്തിൽ എല്ലായിടത്തും പോകും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. പിന്നെ ലുക്ക് ദിസ് ടൈം രാജുവിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല. രാജുവിൻ്റെ അത്ര കണ്ട് മിങ്കിളിങ് അല്ല അവരൊന്നും. അപ്പോൾ അതുകൊണ്ട് അവർ ആരെയും പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. രാജു മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരു 4 ആളും കൂടി ഉണ്ട്. അവരെയും കൂടി എന്താ പറയുക നമ്മൾ വീഡിയോയിലൊക്കെ പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവർ ഭയങ്കര അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു.